എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. SLC പബ്ലിക് എക്സാം 2025 റിസൾട്ട് മെയ് 8 പ്രസിദ്ധീകരിക്കുമെന്നുള്ള ഏറ്റവും വലിയ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എങ്ങനെയാണ് ഹൗ ടു ചെക്ക് SLC പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന അപ്ഡേറ്റും കൂടിയാണ് ഈ വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്ക് കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിന്റെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. SLC പബ്ലിക് എക്സാം 2025 റിസൾട്ട് മെയ് 8 പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സൂചനയും വളരെ അപ്ഡേറ്റ് ലഭിക്കുന്നത്. വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന റിസൾട്ടാണ്. അടുത്ത് തന്നെ 4.5 ലക്ഷത്തോളം പേർ കാത്തിരിക്കുന്ന റിസൾട്ടാണ് SLC പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് മെയ് 8 പ്രസിദ്ധീകരിക്കുമെന്നുള്ള ഏറ്റവും വലിയ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രണ്ടാം ഘട്ട വാല്യൂഷൻ ഏപ്രിൽ മാസം 21 ആരംഭിച്ച് 26 രണ്ടാം ഘട്ട വാല്യൂഷൻ പൂർത്തീകരിക്കും. ശേഷം ഒരാഴ്ച ടാബുലേഷൻ വർക്കുകൾ നടക്കും. ശേഷം മെയ് 8 തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ശക്തമായ തീരുമാനമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. എന്തായാലും ഒരു കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് മെയ് 8 തന്നെ, കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച ഡേറ്റാണ് മെയ് 8, അതുകൊണ്ട് തന്നെ തമ്മിൽ ഇട്ടതല്ല മെയ് 8 ഇപ്പോൾ മെയ് 8 പ്രസിദ്ധീകരിക്കുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം മെയ് ഫസ്റ്റ് വീക്ക് തന്നെ പുറത്തു വരുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് മെയ് 8 തന്നെ, അല്ലെങ്കിൽ 8 തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കാമെന്നുള്ള വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏപ്രിൽ മാസം 21 രണ്ടാം ഘട്ട വാല്യൂഷൻ ആരംഭിച്ച് ഏപ്രിൽ മാസം 26 രണ്ടാം ഘട്ട വാല്യൂഷൻ അവസാനിക്കും. അപ്പോൾ ശേഷം ഒരാഴ്ച ടാബുലേഷൻ വർക്ക് ശേഷം തൊട്ടടുത്ത ആഴ്ച തന്നെ, അപ്പോൾ മെയ് ഫസ്റ്റ് വീക്ക് തന്നെ നിങ്ങൾക്ക് SLC പരീക്ഷാഫലം നിങ്ങൾക്ക് പുറത്തു വിടുമെന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത്. എങ്ങനെയാണ് SLC പരീക്ഷാഫലം ചെക്ക് ചെയ്യുക എന്നുള്ള അപ്ഡേറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഇതിനായി വിദ്യാർത്ഥികൾക്ക് kite.kerala.gov.in അതുപോലെ എന്ന് പറഞ്ഞ പോലെ പരീക്ഷാഭവൻ.kerala.gov.in prd.kerala.gov.in എന്ന് പറഞ്ഞ പോലെ തന്നെ ഐ എക്സാംസ് എന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐഎക്സാംസിൻ്റെ വെബ്സൈറ്റിലേക്ക് തന്നെ കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ വെബ്സൈറ്റുകളിലും നിങ്ങൾക്ക് SLC പരീക്ഷാഫലം ലഭ്യമാണ്. ഏതൊരു വെബ്സൈറ്റിൽ കയറിയിട്ടും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി വിദ്യാർത്ഥികളൊന്ന് സബ്മിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാണെന്നായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞു, ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വെച്ച് മെയ് 8 പ്രസിദ്ധീകരിക്കുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ അപ്ഡേറ്റ് വെച്ച് മെയ് 8 വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നുള്ള വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയുന്ന ഒരു സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, വിദ്യാർത്ഥികൾക്ക് മെയ് 8 തന്നെ, അല്ലെങ്കിൽ 8 തന്നെ, മെയ് 8 തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ലഭ്യമാവും. റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാനുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് SLC പബ്ലിക് എക്സാം റിസൾട്ട് പബ്ലിഷർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രീമിയർ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ മൈ നെയിം ഇസ് കർ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.